20-ാം തീയതി ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിൽ വരാനുള്ള കാരണം എന്താ അറിയോ, ഇവിടെ ഒരു ചെറിയൊരു സംഭവം നടന്നേ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ച് ദിവസം മുന്നേ എൻ്റെ കടയുടെ ഇവിടെ എൻ്റെ റൂമിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വില്ലനാണ്. ലോകട്ടപ്പൂരി എന്ന് പറഞ്ഞാൽ ലോകട്ടപ്പൂരിയ. ഇവിടെ എല്ലാവർക്കും അവനെ ഭയങ്കര പേടിയാണ്. അങ്ങനത്തെ സംഭവമാണ്. ഞാൻ ഒരു മിനിറ്റ് ഇവിടെ ഇളനീന് ആൾ വന്നപ്പോൾ ഞാൻ നിർത്തിയതാണ്. ഇവന് നമ്മളെപ്പോലെ ഇപ്പാനെപ്പോലെ പ്രായമുള്ള ആൾക്കാരുണ്ടാവില്ലേ, ആ പാവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവന് പ്രത്യേകിച്ചൊരാളാണ്. എന്തെങ്കിലോട് പറയാം, ആ ഒരു തരത്തിൽ പ്രായമുള്ള ആൾക്കാരെയും അടിക്കുക. ഓൻ പറഞ്ഞ പോലെ അതുപോലെ ലോറി തന്നെ വരിക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൻ പറയാൻ ഇതന്നെ വരരുത് എന്ന് പറഞ്ഞാൽ പിന്നെ വരാൻ പാടില്ല. അല്ലെങ്കിൽ ആ വണ്ടിക്കാരൻ്റെ ഗ്ലാസ് പൊട്ടിക്കുക, അവിടെ ഇട്ടിട്ട് അടിക്കുക. എന്തെല്ലാം ദുരിതമാണ് ഓനെ കൊണ്ടെന്ന് അറിയും. പക്ഷെ ഓന് ഗുണത്തിനുണ്ട് ദോഷത്തിനുണ്ട്. അല്ലാതെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മളെ ഈ വണ്ടിയൊക്കെ നിർത്താൻ നേരത്ത് ഒരു ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഓനെ എൻ്റെ വണ്ടി നിർത്തുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം അവൻ്റെ വീട്ടുകാരായിട്ട് എല്ലാവരായിട്ടും നല്ലപോലെ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ വേറെ ആരെങ്കിലും ഇളനീന് ആൾ വന്ന് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ നേരത്തെ ആൾക്കാർ വരും. വെറുതെ ഇരിക്കുമ്പോൾ ആരും വരില്ല. എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇളനീന് ആൾ വരും. അത് പടച്ചോൻ്റെ റഹ്മത്താന്ന് തന്നെ പറയാം. ഇവരൊക്കെ ഈച്ചനാട്ടി കുത്തിരിക്കാൻ തണുപ്പാണ്. അപ്പോൾ ഇവന് എല്ലാവരും പിടിച്ചടിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് സർവ്വ ആൾക്കാരും. ഇവന് ഒരു വില്ലനാണ്. ഇവിടെ എല്ലാവർക്കും ഇവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ ഓനെ പേടിയാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്താണാവോ, മറാഠിക്കാരാണ്. ഓനക്ക് പറയുന്നുണ്ട് മതപരമായിട്ടുള്ളതൊന്നും ഇല്ല കേട്ടാ. ഒരു മുസ്ലിമാണ്, അതൊന്നുമില്ല. അങ്ങനത്തെ ഒരാളല്ല. ഓൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആള് മറാഠിക്കാരാണ്. പക്ക ഇതിൻ്റെ മറ്റേ സീസൻ്റെ ആളാണ്. ഇളനീന് ആൾ വന്നു ഒരു കാര്യം പറയുന്നത് നമ്മീ കുറച്ച് എന്താ ചെയ്യുക. ഇളനീനിങ്ങനെ ആൾ വന്നുകൊണ്ടിരിക്കുക കാര്യം പറഞ്ഞതിൻ്റെ ഇടയിൽ. ഇനിയിപ്പോൾ അത് എന്തായാലും ഷോർട്ടായിട്ട് പറയാം. അങ്ങനെ ഒരു 4 ദിവസം മുന്നേ ഓന് രാത്രി ബനും ഓൻ്റെ ടീമൊക്കെ പാടെ കൂടിയിട്ട് കാറിൽ പോവുക, എവിടേക്കോ പോവുകയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിനാണ്, എന്തൊരു സംഭവത്തിന് വേണ്ടി പോവുക, അതൊക്കെ അറിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. പോണ സമയത്ത് എന്നോട് പറഞ്ഞ് ഈ വണ്ടി ഓൻ്റെ ബൈക്കൊക്കെ ഇവിടെ നമുക്ക് 2-3 സ്കൂട്ടി ഉണ്ട്, പിന്നെ ഓൻ്റെ കാറും ഉണ്ട്, കാറായിട്ട് ഓൻ പോണത്. അപ്പോൾ ഓൻ പറഞ്ഞു ഇവിടെ ഒരു വണ്ടി നിർത്തരുത്, അതുകൊണ്ട് ബൈക്കൊക്കെ അവിടെ നിർത്തണട്ടാറിന്. ആ പോണ സമയത്ത് ഓനെ കാറിലേക്കാണ്ട് കയറുന്ന സമയത്ത്. അപ്പം ഞാനും ഓനോട് പറഞ്ഞ് എൻ്റെ വണ്ടി ഇവിടെ നിർത്തിക്കണേ. ഞാൻ സാധാരണ ഇവിടെ കടയുടെ മുന്നിലാണ് നിർത്തല്. കടയുടെ മുന്നിൽ നിർത്തുമ്പോൾ ഓൻ സമ്മതി. ഓൻ ഇപ്പോൾ പറഞ്ഞ് ഓൻ്റെ മുന്നിൽ കാറ് നിർത്താൻ. കാരണം വെച്ചാൽ അവിടെ കാക്ക തൂറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തുമ്പോൾ കാക്ക തൂറുന്നില്ല, കാരണം ഇവിടെ മരങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവിടെ ആകുമ്പോൾ ഓൻ്റെ കാറ് അവിടെ നിർത്തുമ്പോൾ കാക്ക തൂറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓനോട് പറഞ്ഞ് ഇജ്ജ് അവിടെ നിർത്തിക്കോ, അവിടെ നിന്നാണ് എൻ്റെ ബാറ്ററി കളവ് പോയത്. അപ്പോൾ ഇവനിപ്പോൾ എവിടെയൊക്കെ പോവുകയാണ്, ഇവിടെ ലോങ് എടുക്കുക പോവുകയാണ്. 2-4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് ആർക്ക് പറഞ്ഞു. അപ്പോൾ ഇവൻ രാത്രി പോണ സമയത്ത് എന്നോട് പറയാണ് അവിടെ ബൈക്കൊക്കെ നിർത്തിക്കളാം, വേറെ വണ്ടിയൊന്നും നിർത്തിയെടുത്തിട്ടാണ്. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ വണ്ടി അവിടെ കൊടുന്ന് നിർത്തട്ടെ എന്ന് വെച്ചു. കാരണം എന്നാൽ ഇനിയിപ്പോൾ ഓൻ വരുമ്പോൾ മാറ്റി കൊടുത്താലും മതി വെച്ചു. അതിന് ഓന് എന്താ ചെയ്തറിയോ, എന്താ പച്ചത്തേറി മാതരിച്ച് കീച്ച് ദേഹ പോഷടിക്കുക എന്നും പറഞ്ഞിട്ട് ഓങ്ങനെ അടിക്കാൻ വേണ്ടി ആക്ഷൻ കാണിച്ചു. സംഭവം തമാസ്ക എന്തെങ്കിലും ആയിക്കോട്ടെ. ഓനെ അത് അത്രയും ആൾക്കാരോട് നിൽക്കുന്നുണ്ട്. കാരണം ഓൻ്റെ ടീമൊക്കെ പാടെ വേറെ കുറേ ഓൻ്റെ പെണ്ണുങ്ങളൊക്കെ പാടെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഓൻ അവിടെ എന്നോട് പറഞ്ഞു കീച്ച് ദേഹ ക്യാ ബോളരെത്തും ഇങ്ങോട്ട് കാട്ടിയാണ് ഓറടിച്ച് തരും. എന്തടച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ആ വണ്ടി ഒന്ന് ഞാൻ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞു. തമാസക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, തമാസക്ക് അല്ലാതെ ഓൻ അങ്ങനെ ഇതായിട്ടല്ല. ഓനെ അത്രയും ആൾക്കാരുടെ മുന്നിൽ അവർ ദാതാക്കന്മാർക്ക് നമ്മളെ മുന്നിൽ എന്തും ചെയ്യാൻ പറ്റുമല്ലോ, അല്ല മറ്റുള്ളവരുടെ മുന്നിലൊന്നും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നേരിട്ടിട്ട് പടച്ചോനക്ക് വിട്ടുകൊടുത്ത് ഓ ഇങ്ങനെ കാട്ടിപ്പോൾ എന്നോട് എന്നാൽ ഞാൻ അങ്ങനെ ആക്കാണ്ട് വെറുതെ പറഞ്ഞിട്ട് കാറിൽക്കാട് കയറി. ഞാനത് നേരിട്ട് പടച്ചോനോട് പറഞ്ഞു അതിനുള്ളത് ഓനിക്ക് കൊടുക്കുക റബ്ബെന്നും പറഞ്ഞു. ഓനിപ്പോൾ എന്തോ ഭയങ്കര പ്രശ്നത്തിൽ പെട്ടിട്ട് വരുന്ന കാറിയിട്ട് ഇവരൊക്കെ ഇവിടെ പോയിട്ട് എന്തോ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു സംഭവം ചെയ്തിരിക്കണം. അവിടെ ചെയ്തിട്ട് സർവ്വ ആൾക്കാർ വരുന്ന 4-5 ആൾക്കാരുണ്ട്. അവരൊക്കെ പിടിച്ച് അടിച്ച് പോലീസുകാർ എന്നിട്ട് പിന്നെ ജയിലിൽ കൊണ്ടിട്ടിക്കുക. ഇപ്പോൾ ഈ 2-4 ദിവസമായി. ഇന്നിപ്പോൾ 20-ാം തീയതിത്തെ വീഡിയോ 20/12/2025. ഇപ്പോൾ പെട്ടെന്നൊന്നും എനിക്ക് വരാൻ പറ്റൂല. ആ അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ആൾ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള ഇവിടെയുള്ള വില്ലനാണ് ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ളത്.
ഓൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അടുത്ത് അമ്മയും ഓൻ്റെ പെങ്ങന്മാരും ഓൻ്റെ ഭാര്യമാരും ഒക്കെ നല്ല സ്നേഹമാണ്. അങ്ങനൊന്നുമില്ല. ഇവന് ഒരു പ്രത്യേകിച്ച് ഒരു സ്വഭാവമുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ വേദനിപ്പിച്ചാണ്ടല്ലോ, നമ്മൾ തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മൾ നേരിട്ടിട്ട് ദൈവത്തിനോട് വിട്ടുകൊടുത്താൽ മതി. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും, മുസ്ലിം വന്നിട്ട് ഒരു ഹിന്ദുവിനെ വേദനിപ്പിച്ചാലും ഹിന്ദു മുസ്ലിമിനെ വേദനിപ്പിച്ചാലും നമ്മൾ ഒന്നും പറയാൻ നിൽക്കണ്ട. എല്ലാം കാണുന്ന ദൈവം ഉണ്ടല്ലോ. നമുക്ക് കണ്ണ്, മൂക്ക്, തല, ചെവി, കണ്ണൊക്കെ ഒരു പടച്ചോൻ തന്നതിനല്ലേ ഈ ഭൂമിക്ക് ഇറക്കുമ്പോഴേ ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പടച്ചോണ്ടെന്നുള്ളൊരു ഉറപ്പ് നമ്മളെ മനസ്സിൽ എന്തായാലും ഉണ്ട്. ദൈവം ഉണ്ട് എന്നുള്ളത് നമുക്ക് പൂർണ്ണ വിശ്വാസം കൊണ്ടല്ല നമ്മൾ 5 നേരം നിസ്കരിക്കാനും പള്ളിക്ക് പോകുന്നതും ഓത്തും കാര്യങ്ങളും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ദൈവം ഒക്കെ കാണുന്ന ഒരാളുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ നമുക്ക് എല്ലാം തന്നതാണ്. കാണാൻ കണ്ണ് തന്ന്, കേൾക്കാൻ ചെവി തന്ന്, ശ്വാസം വിടാൻ മൂക്ക്, ചെവി, വാഴ, ഇതെല്ലാം കയ്യും കാലും ഒക്കെ റബ്ബ് ഒരാളെന്നെ തല പടച്ചു വിട്ടുക്കണത്. അപ്പോൾ ഇതൊക്കെ ആൾ കാണുന്നുണ്ട്. നമ്മൾ തിരിച്ചൊന്നും പറയണം നിൽക്കണ്ട, നമ്മൾ കൊടുക്കാനും നിൽക്കണ്ട. നമ്മൾ കൊടുത്താൽ പിന്നെ ആൾക്ക് അതിൻ്റെ ഫലം പോയി. നമ്മളിപ്പോൾ ഒരാളെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും മാത്രച്ചോദ്യേ എനിക്ക് പോസടിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചവിടെ പറയണ്ട. നമ്മൾ മിണ്ടാടെ നിന്നാൽ നമ്മൾ അവിടെ ദാദാഗിരി കാട്ടണ്ട. ആ ഓനിക്കുള്ള റബ്ബട് കൊടുത്തോളൂ. അപ്പം തന്നെ മനസ്സിലാടെ എഴുതി വെച്ചാൽ മതി, റബ്ബെ നീ തിരിച്ചു കൊടുക്കുക റബ്ബെ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കണ്ണടയാണ്ട് മുന്നേ നമ്മളെ കണ്ണീരൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. അത് പടച്ചോണ് കാണിച്ചു തരും. എനിക്കങ്ങനെ ഒരുപാട് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ നല്ല സ്നേഹമുണ്ട്. ഇവരൊക്കെ നല്ലപോലെ നിൽക്കണം. ഞാനിപ്പോൾ നമ്മൾ ഈ കണ്ണത്ത രാജ്യത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ദാദാഗിരി കാട്ടാൻ നിന്നാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അടി വയറച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഇവരായിട്ട് നല്ലപോലെ സ്നേഹിക്കുക. നമുക്ക് ആരോടും വെറുപ്പും വേണ്ട, കറിയും വേണ്ട. നല്ലപോലെ നിന്നാൽ അവരെ സഹായം നമുക്കും ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടി വരലൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് ഈ പോണ ആൾക്കാരൊക്കെ പനപ്പോലത്തെ പ്രായമുള്ള ആൾക്കാരൊക്കെ പിടിച്ച് അടിക്കുക, എന്താ ഇതിനൊക്കെ പറയാം. അങ്ങനെ അതുപോലെ അവിടെ ഞാൻ പണ്ട് ബോംബെയിൽ വന്ന അവസരത്തിൽ ജേജോ ഇവിടെ പട ഇറങ്ങിക്കടം വീടിക്കട ഉണ്ടായിരുന്നു. അവിടെ ഇതേമാതിരി ഭയങ്കര വില്ലയുണ്ടായിരുന്നു, കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും പിടിച്ച് അടിക്കലും കുത്തലൊക്കെ ആയിട്ട് ഓന് നമ്മളായിട്ടൊക്കെ നല്ല ഇതാട്ടാ. നമ്മൾ പരിചയപ്പെട്ടപ്പോൾ നമ്മളായിട്ട് നല്ലതാണ്. ഓനും ഇതേമാതിരി പോലീസുകാരുടെ അടി കിട്ടിയിട്ട് അവസാനം ഓനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഓനും മരിച്ചിപ്പോൾ. ചെറുപ്പക്കാരൻ ചെക്കൻ 50 വയസ്സുണ്ടോ, 40 മരിച്ചിട്ട് ഒരുപാട് കൊല്ലായി. 46 വയസ്സിൽ മരിച്ചിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. ഓരോ മനുഷ്യന്മാരും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അത് അതിൻ്റെതായ തരത്തിൽ കൂടെ റബ്ബ് കൊടുത്തോളും. നമുക്ക് അടിക്കാനുള്ള കരുത്തും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കും. അവരെ കൂടെ 4-5 ആൾക്കാരുണ്ടാവും. അടി വരച്ച് കിട്ടി. എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? അതുപോലെ തെങ്ങ് കയറുന്നതൊക്കെ എനിക്ക് എത്ര അടി കിട്ടുന്നുണ്ടെന്ന് അറിയാം. ഞാൻ ആരോടാ പറയുക? നമ്മളെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി നമ്മൾ പോയതല്ല. നമ്മൾ മറ്റുള്ളവനെ കക്കാനോ പിടിക്കാനോ ഒന്നിനും പോയതല്ല. നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നേരത്തെ നമ്മൾ നല്ല വഴിക്ക് കൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ പോണ വഴിക്കുന്ന തെങ്ങുമ്പോൾ കയറുമ്പോൾ തേങ്ങ വീണിട്ടും ഓലമട്ടിൽ വീണിട്ടും കാറുമക്ക് വീണിട്ടും അവിടുന്ന് എത്ര ആൾക്കാരുടെ അടി കിട്ടലുണ്ടെന്ന് അറിയാം. ഞാൻ ആരോടും പറച്ചിലില്ല. സഹിച്ച് നിൽക്കലാണ്. ഒക്കെ റബ്ബിനോട് വിട്ടുകൊടുക്കണം. എന്നാലും ഞാൻ എൻ്റെ ജീവിതമാർഗ്ഗത്തിലേക്ക് ഞാൻ പഠിച്ചത് ഇപ്പോൾ അത് തന്നെയാണ്. അപ്പം ഞാൻ വേറെ ഇപ്പം എനിക്ക് കമ്പ്യൂട്ടറിൽ സ്കൂൾ വിദ്യാഭ്യാസം വീറൊന്നും ഇല്ലല്ലോ, മറ്റുള്ളവരെ മാതിരി ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ കൂടെ പഠിക്കാത്തതിൻ്റെ പേരിൽ ഈ പണിയെടുത്ത് ജീവിക്കുക. ഇറന്നതിന് ആൾ വന്നു. അതുപോലെ ഇറന്നതിന് ആൾ വന്നേ. അതുപോലെ ഇവൻ തന്നെ ഈ സുനിൽ പറഞ്ഞ ആളുണ്ടല്ലോ, ഇവന് ഞാൻ ഇവിടെ വന്ന അവസരത്തിലിട്ടാണ്. ഞാനിപ്പോൾ ഒരു 10-15 കൊല്ലത്തോളമായി ഇപ്പോൾ ഇവിടെ ഈ റൂമ് ഇവിടെ താമസിക്കണേ. കയ്യാട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പറയാൻ നേരത്ത് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും. വല്ലാത്തൊരു ജീവിതം ഉറപ്പ്. ആൾക്ക് വല്ലതും കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ 2 വണ്ടി ഉണ്ടായിരുന്നു അന്നിട്ടാ. ഇപ്പോൾ കൊല്ലം ഒരുപാടായി. ഇപ്പോൾ ഏകദേശം ഒരു 10 കൊല്ലം കഴിഞ്ഞിരിക്കണേ. അപ്പം ഞാൻ അന്ന് ഈ വണ്ടി വേറൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു, അക്ബർ. അപ്പോൾ ഓനും വണ്ടി ഓടിക്കണതാണ്. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടിയും പല തോട്ടത്തേക്കും 2 വണ്ടിയിട്ട് പോക്കാം. പണിക്കാരുണ്ടായിരുന്നു, 2-3 തെങ്ങറ്റക്കാരും ഉണ്ടായിരുന്നു, 2-3 പണിക്കാരുണ്ട്. അങ്ങനെ 5-6 ആളുണ്ടായിരുന്നു. രാവിലെ പുലർച്ചെ പോകും. അങ്ങനെ ഞാൻ ഈ 2 വണ്ടി എടുത്ത കാരണം ഇവനും എൻ്റെ ആൾക്കാർക്കും ഭയങ്കര ദേഷ്യമായി. കാരണം ഇവിടെ ഇവരെ വണ്ടി നിർത്താൻ പറ്റണില്ല. എന്നാൽ ഇവർക്ക് പറഞ്ഞാൽ മതി 2 വണ്ടി കൊടുന്ന് നിർത്തിയ കാരണം ഞങ്ങൾക്ക് ഇവിടെ വണ്ടി നിർത്താൻ പറ്റൂല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വണ്ടി വിൽക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു. പക്ഷേ എന്നോടൊന്നും കൊണ്ടില്ല. അവരെന്ത് ചെയ്ത് ഓൻ്റെ ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് രാത്രി
സത്യം പറഞ്ഞിട്ട് ഇല്ലാത്തതല്ല ഈ നുണ പറഞ്ഞിട്ടുള്ള ഓരോന്ന് ഇവിടേക്ക് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ഓന് ഈ വണ്ടിയുടെ ഈ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ടിലത്തെ ലൈറ്റും ഒക്കെപ്പാടെ രാത്രി ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് ഇവനും പിന്നെ ആൾക്കാരൊക്കെപ്പാടെ കൂടിയിട്ട്. അന്ന് ഞാനും എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഇവിടെ ഉണ്ട്. ആ കാലത്ത് ഞാൻ എനിക്ക് വെച്ചുണ്ടാക്കി തരാനോ പിടിക്കാനോ പണിക്കാരൊക്കെ ഉണ്ട്. 4-5 പണിക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. അന്ന് നമ്മൾ മക്കളൊന്നും വലുതായിട്ടില്ല. ഇവിടെയാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് ആ കാലത്ത്. പിന്നെ മൂത്ത മോള് പിന്നെ നാട്ടിൽ പഠിച്ച് വളർന്നപ്പോൾ പിന്നെ വീടും പേരൊക്കെ ആയിട്ട് അവിടെ താമസമായി. അങ്ങനെയുണ്ട് എൻ്റെ അനിയ അക്ബർ. ഞാനിവിടെ എന്താണ് ചെമ്പൂര വൈക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം ഉണ്ട് എൻ്റെ അന്ന് പണിക്ക് പോയില്ല. അങ്ങനെ രാവിലെ ഉണ്ട് എൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, മാനാക്ക നമ്മളാ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ആകെ ടച്ച് പൊട്ടിച്ചിട്ടിക്കണമെന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചപ്പോൾ ആരാ ചെയ്തതെന്ന് അറിയില്ല. അപ്പോൾ അന്ന് ക്യാമറ ഇല്ല. അന്ന് ക്യാമറ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ക്യാമറ ഫ്രണ്ടിലില്ല, ബാക്ക് ഇവിടെ തന്നെ ക്യാമറ ഉണ്ടായിരുന്നേ. അത് തച്ച് പൊട്ടിച്ചിട്ടെന്ന് പറഞ്ഞു. ഞാൻ ആരോടാ പറയാ, എൻ്റെ മനസ്സിലെ ഒരുക്കം ആകെ പുതിയ വണ്ടിയാണ്. ഒന്നും ചെയ്തില്ല. അവിടുന്ന് ഞാൻ റൂമിലുള്ളത്, എനിക്ക് അവിടുന്ന് വരാൻ പറ്റണ്ടേ. മനസ്സിലെ വിഷമമൊക്കെ പാടെ കരയായിരുന്നിട്ട്. കാരണം വെച്ചാൽ എൻ്റെ വണ്ടിൻ്റെ ഗ്ലാസ് എല്ലാം ഫ്രണ്ടും ബാക്കൊക്കെ പൊട്ടിച്ചിട്ടിക്കണെന്നാണ്. ഒരു ദേഷ്യം കൊണ്ട് ഇവരെ ആൾക്കാർ. ഞാനൊന്നും മുണ്ടില്ല. പടച്ചവനോട് പറഞ്ഞു, അല്ലാ ഈ ചെയ്ത ആൾക്കാർ ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ കണ്ണിൽ തന്നെ ആരാണ് അതാ ചെയ്തത്, ആരൊക്കെയാണ് അതിൽ കൂടെ ഉണ്ടായിരുന്നത്, അവർക്കൊക്കെ റബ്ബെ മരിക്കുന്നതിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുക റബ്ബെ, കാണിച്ചു തരുന്ന റബ്ബെയാണ്. അല്ലാതെ ആ ആളെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ആളെ മരിപ്പിക്കുക പിടിക്കുക അതൊന്നും വേണ്ടാന്ന് ഞാൻ റബ്ബിനോട് അപ്പം തന്നെ പറഞ്ഞതാണ്. അതൊന്നും വേണ്ട. എൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ ആരാ ചെയ്തത് അതുപോലെ വാഹനത്തിൻ്റെ മുകളിൽ തിരിച്ച് അവർക്ക് കൊടുക്കണ റബ്ബേ എന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. ആ കാലത്ത് കുറച്ച് മാസത്തിൻ്റെ ഉള്ളിൽ ഓരോരുത്തര വണ്ടി ആക്സിഡൻ്റ് ആയിട്ടും ചാകായിട്ട് എന്തൊക്കെയാണ് ഇവിടെ കൊടുന്ന് നിർത്തിയെന്ന് അറിയും. പടച്ചോനക്ക് അതിനത്ര സമയമൊന്നും വേണ്ട. നമ്മൾ എന്തിനാണ് റബ്ബിനോട് വിട്ടുകൊടുത്താൽ മതി. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒക്കെ ദൈവം കേൾക്കും. ഇന്ന മതം മറ്റുള്ളവർ മുസ്ലിങ്ങൾക്ക് മാത്രം പടച്ചോൻ്റെ സ്വീകരണമുള്ള അതൊന്നുമില്ല. പടച്ചോന് ഏതുമല്ല. പടച്ചോൻ മനുഷ്യന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതേമാതിരി എല്ലാ മനുഷ്യന്മാരെ ഒരുപോലെ കണ്ടാൽ മതി. നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് എല്ലാവരും ഒരുപോലെ എന്ന് കാണുകയെന്നുണ്ടെങ്കിൽ പടച്ചോനക്കും അതേപോലെ അല്ലേ. പടച്ചോനും എല്ലാവരും ഒരുപോലെ കാണുക. നമ്മൾ മാത്രം പലതും ചിന്തിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുക. റബ്ബുമായിട്ടാണ് അടുത്താൽ മതി. നമ്മൾ തിരിച്ചൊന്നും പറയാനും പിടിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് അങ്ങനെ പറയാൻ നിന്ന ഒരുപാടുണ്ടായിട്ടുണ്ട് പല പ്രയാസങ്ങളും. പക്ഷെ ഞാൻ ആരും തിരിച്ചടിക്കലില്ല. ഞാൻ അടി കൊള്ളല. കാരണം നമുക്ക് തിരിച്ചടിക്കാൻ മേലക്കത്ര തെങ്ങ് കയറിയിട്ട് മേലും കൈയും വേവിച്ചിട്ടാണ് വരുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ ആൾക്കാരെ അടി കൂടി കൊണ്ടിട്ട് നാളെ തെങ്ങ് കയറാൻ പറ്റില്ല. ഇവരടിക്കുമ്പോൾ ചിലപ്പോൾ ആയതി അണ്ടിക്ക് നോക്കിയിട്ടും മറ്റിടത്തൊക്കെ അടിച്ചിട്ട് അവസാനം നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. എന്തിനേയും വേണ്ടത് അവർ അതിന് നല്ല 2 എണ്ണം കൊണ്ടാലും കുഴപ്പമില്ല. രാവിലെ പോയിട്ട് പണിക്കെങ്കിലും പോയിട്ട് 10 രൂപ ഉണ്ടായിക്കൂടെ. എൻ്റെ ജീവിതം അങ്ങനെയാണ്. എനിക്ക് ഒരുപാട് അടി കിട്ടലുണ്ട്. ഞാൻ കിട്ടിയിട്ട് തിരിച്ചടിക്കലും ഇല്ല. 4 പേർക്കും നോക്കും ആരെങ്കിലും കണ്ടുക്കണോ ഇല്ലെന്ന്. എന്നെ അറിയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിക്കുക. കുറച്ചോനെ എന്നെ അറിയുന്നവരാരും കണ്ടിട്ടില്ലല്ലോ, അത് മതി. എന്നെ അറിയുന്ന ആൾക്കാർ കണ്ടാൽ തുണി തൂറിയ പോലെ ഇളഞ്ഞ ആളുകൾ.